मान्यवर अभी एक फैशन हो गया है അമിത്ഷായുടെ വിവാദമായ അംബേദ്കർ വിദ്വേഷ പ്രസംഗത്തിൽ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് വിവിധ ദളിത് സംഘടനകൾ രംഗത്ത്. ഈ വരുന്ന ജനുവരി 7-ാം തീയതി കോഴിക്കോട് വെച്ച് വൻ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമെന്ന് വിവിധ ദളിത് സംഘടനാ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് വിടുതലൈ ചിരുത്തൈകൾ കക്ഷികൾ VCK വൈപ്പിൻ പറവൂർ മണ്ഡലത്തിന്റെ സംയുക്ത നേതൃത്വത്തിൽ എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ ധർണ നടത്തി. മനുസ്മൃതി കത്തിച്ചായിരുന്നു ധർണ. എറണാകുളം ജില്ലാ ഇൻചാർജ് ശ്രീ വേണു ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്കും കാഴ്ചകളിലേക്കും. जय भीम जय भीम जय भीम जय भीम जय 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 भीम जय भीम जय भीम जय भीम जय भीम जय 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 भीम जय भीम जय भीम जय भीम जय भीम. പറവൂർ മണ്ഡലം പ്രസിഡന്റ് സലിം തുരുത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ VCK തൃശൂർ ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി. ഉത്തരേന്ത്യയിലെ ദളിതുകളുടെ സാഹചര്യങ്ങളിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല കേരളത്തിന്റെ അവസ്ഥയെന്നതിന്റെ ഉദാഹരണങ്ങളാണ് വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ കാറിൽ കെട്ടിവലിച്ചതും ഇടുക്കി ഉടുമ്പൻചോലയിൽ 6 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിനിയെ കൊണ്ട് സഹപാഠിയുടെ ഛർദ്ദൽ കോരിച്ചതും എന്നും സവർണ മാടമ്പി മനുസ്മൃതി സംസ്കാരം കേരളത്തിൽ നിന്നും വിട്ടുപോയിട്ടില്ല എന്നതിൻ്റെ തെളിവാണെന്നും സമാപന പ്രസംഗത്തിൽ കേരള സംസ്ഥാന എംപ്ലോയീസ് സംഘം സംസ്ഥാന കോർഡിനേറ്റർ ബിജു അയ്യമ്പിള്ളി പറഞ്ഞു. അതിന്റെ സംഘടനാ സംവിധാനം രൂപം കൊടുത്തുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. രണ്ടായിരത്തി 2025 ജനുവരി 7-ന് കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് വെച്ചാണ് ജയ് ഭീം റാലി നടത്തുന്നത്. ലോകജനത ഒരേപോലെ ആദരിക്കുന്ന ഡോക്ടർ BR അംബേദ്കറെ അപമാനിച്ച അമിത്ഷായെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ ദളിത് സംഘടനകൾ ജയ് ഭീം റാലി നടത്തുന്നത്. വടക്കൻ കേരളത്തിലെ 7 ജില്ലകളിലെ വിവിധ പട്ടികജാതി പട്ടികവർഗ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളും ബഹുജൻ സമാജ് പാർട്ടി, വെൽഫെയർ പാർട്ടി തുടങ്ങിയ ബഹുജൻ പക്ഷ രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഒന്നിച്ചണിനിരക്കുന്ന നിലയിൽ കോഴിക്കോട് വരുന്ന 7-ാം തീയതി ജയ് ഭീം റാലി മുതലക്കുളം മൈതാനിയിൽ നടക്കുകയാണ്. 7-ാം തീയതി ചൊവ്വാഴ്ച കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഭീം റാലി സംഘാടക സമിതി ചെയർമാൻ രമേശ് നൽമണ്ട, ജനറൽ കൺവീനർ രാമദാസ് വെങ്ങേരി, കൺവീനർമാരായ രഞ്ജിത്ത് ഒളവണ്ണ, KT വാസു എന്നിവർ പങ്കെടുത്തു. സമകാലിക ഇന്ത്യ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ